ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, ഗെയിം അനാലിസിസ്. ഇത് വെറും ഗെയിം അനാലിസിസ് അല്ല. നോർമലി ആൾക്കാർ ചെയ്യുന്നത് വലിയ വലിയ ഗെയിം പ്ലേയേഴ്സിൻ്റെ ഗെയിം അനാലിസിസ് ആണ്. കാൾസൺ, ഗുഗേഷ് അങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ ഗെയിം അനാലിസിസ് ആണ്. ഇന്ന് ഞാൻ എൻ്റെ തന്നെ ഗെയിമിൽ നിന്ന് ഒരു അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഞാൻ എൻ്റെ മിസ്റ്റേക്കും എൻ്റെ ഓപ്പണൻറ്റ് ചെയ്ത മിസ്റ്റേക്കും രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ഇതാണ് എൻ്റെ ഗെയിം. അപ്പോൾ ഇതിൽ വൈറ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ തുടങ്ങിയത് D4 നിന്നാണ്. ഇതൊരു ബുക്ക് മൂവ് ആണ്, കാരണം ഇത് വെച്ചൊരു ഓപ്പണിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് കളിച്ചു D6. ഇതങ്ങനെ കാണുന്നൊരു മൂവ് അല്ല, പക്ഷെ ചിലർ കളിക്കാറുണ്ട്. ഞാൻ എൻ്റെ E4 പോണിനെ പുഷ് ചെയ്തു. എന്തിനാ? ഈ സെൻറ്ററിൽ ഫുൾ കൺട്രോൾ എനിക്ക് വേണം. അതിനാണ് ഞാൻ ഇതിങ്ങനെ എടുത്തത്, E4 പോൺ. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ഓപ്പണൻറ്റ് കളിച്ചു E6. ഇതെന്തൊക്കെയോ ഒരു പ്രത്യേകതരം രീതിയിലാണ് കളിക്കുന്നത്. എൻജിൻ അത് കറക്റ്റാണെന്നാണ് പറയുന്നത്. അടുത്തത് ഞാൻ കളിച്ചു N-C3. അതും ഒരു നല്ല മൂവായിരുന്നു. ഞാൻ എൻ്റെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. എൻജിൻ പറയുന്നത് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു നല്ലതെന്നാണ്. എൻ്റെ ഓപ്പണൻറ്റ് D5 കയറ്റി കളിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ ചെയ്തത് എൻ്റെ സെൻറ്റർ ബ്രേക്ക് ചെയ്യാനായിരിക്കും. ഞാൻ E5 കളിച്ചു. ഇനാക്രസൈസ് നമുക്ക് നോക്കണ്ട, കാരണം ഞാൻ ഒരു മനുഷ്യനല്ലേ. ആരുടെ ആയാലും ഇനാക്രസൈസ് നമുക്ക് നോക്കണ്ട. മിസ്റ്റേക്സ്, ബ്ലണ്ടർ, മിസ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ ഓപ്പണൻറ്റ് ഒരു ഇനാക്രസി കളിച്ചു. C5 ആയിരുന്നു ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ F3 കളിച്ചു. അതൊരു നല്ല മൂവായിരുന്നു. എൻ്റെ ഓപ്പണൻറ്റ് F6 കളിച്ചു. ഞാൻ ബിഷപ്പ് F4 കളിച്ചു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എന്നെ ക്യാപ്ചർ ചെയ്തു. ഞാൻ നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് അപ്പുറത്തെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ക്വീൻ E2ലേക്ക് ഡെവലപ്പ് ചെയ്തു. ഇതൊരു മിസ്റ്റേക്കാണെന്നാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നത് എൻ്റെ ഈ പോൺ പോകും, അതുകൊണ്ടാണ് അത് മിസ്റ്റേക്കായത്. ഇനി മിസ് വന്നു. അതൊരു കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം തന്നെ പോണിനെ ക്യാപ്ചർ ചെയ്യായിരുന്നു. ഞാൻ റീക്യാപ്ചർ ചെയ്തു, അറ്റാക്ക് ചെയ്തു. അടുത്തൊരു മിസ്റ്റേക്ക് കളിച്ചു. ഇത് പറയുന്നത് ഡബിൾഡ് പോൺസ് ആക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതിനെ ക്യാപ്ചർ ചെയ്താൽ ഇത് ഡബിൾഡ് പോൺസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം പോൺസ് ആവും. അത് ഭയങ്കര വീക്കായിരിക്കും. ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്തു. അതൊരു ഗ്രേറ്റ് മൂവ് ആയിരുന്നു. എൻ്റെ ഓപ്പണൻ്റ് അതിനെ റീക്യാപ്ചർ ചെയ്തു. ഇറ്റ് വാസ് ദ ബെസ്റ്റ് മൂവ്. ഞാൻ അതിനെ റീക്യാപ്ചർ ചെയ്തു. അതൊരു ഗുഡ് മൂവ് ആയിരുന്നു. എൻ്റെ ഓപ്പണൻ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തു. ഞാൻ ചെക്ക് കൊടുത്തു, ബ്ലോക്ക് ചെയ്തു. ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്തു. ഇത് ബ്രില്യൻ മൂവാണെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇതിനെ വെച്ച് ക്യാപ്ചർ ചെയ്യുകയാണ് എൻ്റെ ഓപ്പണൻ്റ് ചെയ്തത്. എൻ്റെ ഓപ്പണൻ്റ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിനെ വെച്ച് റീക്യാപ്ചർ ചെയ്യാം. പിന്നെ എൻ്റെ ഓപ്പണൻ്റ് ഇത് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ തോന്നും, കാരണം അല്ലെങ്കിൽ റൂക്ക് പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടിയാൽ എനിക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇത് തന്നെയാണ് ഗെയിമിലുണ്ടായത്. എന്നിട്ട് ഞാൻ ക്യാസ്ലിംഗ് ചെയ്തു. എൻ്റെ ഓപ്പണൻറ്റും ക്യാസ്ലിംഗ് ചെയ്തു. റൂക്ക് C7. ഞാൻ എൻ്റെ ക്വീനെ റിട്രീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എന്താ കളിച്ചെന്ന് നോക്കാം. അതെ, ഇതൊരു നല്ല മൂവാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ രണ്ട് പോൺസിനും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത മൂവായിട്ട് കളിച്ചത് കിങ് B1 ആയിരുന്നു. കാരണം ഈ പോൺ കുറച്ചും കൂടി വാല്യൂബിൾ ആണ്, കാരണം ഞാൻ ക്യാൻസൽ ചെയ്തേക്കുന്ന ആ സൈഡിലായതുകൊണ്ട്. എൻ്റെ ഓപ്പണൻ്റ് ആ ബിഷപ്പിനെ അവിടെ കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ സൈഡ് അറ്റാക്ക് ചെയ്ത് പൊളിക്കാനായിരിക്കും. ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു, എൻ്റെ പോണെ പുഷ് ചെയ്ത്. പിന്നെ അതിനെ റിട്രീറ്റ് ചെയ്തു. അതൊരു ഇനാക്രസീസ് ആണെന്ന് പറയുന്നത്, പക്ഷെ നമുക്കത് നോക്കണ്ട. ഇത് മിസ്റ്റേക്കാണെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാന്ന് നോക്കാം. കാരണം എൻജിൻ പറയുന്നത് നമുക്ക് ഇവിടെ കളിക്കാം,
ഇതിൽ ഇങ്ങനെ കളിക്കാം. പക്ഷെ ഇതിൽ നമുക്ക് കുറേ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഈ എഞ്ചിന്. സോ നമുക്ക് ആ പഴയ മൂവിലേക്ക് തന്നെ പോകാം. മിസ്റ്റേക്ക് കളിച്ചു ഞാൻ. അടുത്ത V6 ചെക്ക് വെച്ചു. അതൊരു ബ്ലെൻഡർ ആയിരുന്നു. കാരണം എൻ്റെ പഞ്ചര ചെക്ക് വെച്ചു. F7 ഒരു മിസ്സായിരുന്നു. കാരണം എൻ്റെ ഓപ്പണന്റിന് ഇത് കളിക്കുമായിരുന്നു. അത് ഇതിനെ അറ്റാക്ക് ചെയ്യും, ഇവിടെയും കളിക്കും. സോ ഇതിനെ ഞാൻ മൂവ് ചെയ്താൽ ഇവിടെ അറ്റാക്ക് പോവും. അതൊരു എന്താ പറയുക, ഒരു ലൂസിങ് പൊസിഷനിലേക്ക് പോകും ഞാൻ. സോ എൻ്റെ ഓപ്പണർ റൂക്കിനെ വെച്ചാണ് അതിനെ കവർ ചെയ്തത്. അതൊരു മിസ്സായിരുന്നു. ഞാൻ എൻ്റെ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കളിച്ചു. അതാവുമ്പോൾ ഇവിടെ കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. ബാക്ക് റാങ്കിൽ മേറ്റ് വരില്ല. ഇങ്ങനെ കളിച്ചു. ഞാനതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ തിരിച്ചെടുത്തു. ഞാൻ അവിടെ ഒരു മേറ്റിംഗ് ത്രെട്ട് പോലെ ഒരു കളി കളിച്ചു. അപ്പം എൻ്റെ ഓപ്പണൻ്റ് അങ്ങോട്ടേക്ക് തിരിച്ച് കളിച്ചു. ഞാൻ എന്നെ ക്യാപ്ചർ ചെയ്തു. ഒരു ഗ്രേറ്റ് മൂവ് ആയിരുന്നു. കാരണം ഫോർക്കാണ്. പിന്നെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ഉണ്ട്. അപ്പം എൻ്റെ ഓപ്പണൻ്റ് തിരിച്ചു മാറി. ഞാൻ അത് വെട്ടിയതൊരു മിസ്സായിരുന്നു. കാരണം ഇങ്ങനെ വെട്ടുന്നതായിരുന്നു കുറച്ചും കൂടി ബെസ്റ്റ്. ഇങ്ങനെ വെട്ടിയത് മെയ്റ്റ് ആയിരുന്നു. മെയ്റ്റെന്ന് അപ്പം ഇങ്ങനെ കളിച്ചു. കുറേ മിസ്സുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊരു മിസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെട്ടി. അതൊരു നല്ല മൂവ്. പക്ഷെ ഞാൻ പിന്നെയും വെട്ടി. അതൊരു മിസ്റ്റേക്കായിരുന്നു. പിന്നെ ഞാൻ ക്വീന് ഇവിടെ കയറ്റി ചെക്ക് വെച്ചു. അതൊരു നല്ല മൂവായിരുന്നു. എൻ്റെ ഓപ്പണൻ്റ് താഴേക്ക് കളിച്ചു. ഞാൻ ഇവിടേക്ക് കളിച്ചു. എന്നെ ചെക്ക് വെച്ചു. ഞാൻ മേളിൽ കയറി. എന്നെ ചെക്ക് വെച്ചു. ഞാൻ താഴെ കറങ്ങി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ചെക്ക് വെച്ച് നമ്മളെ ഡ്രോ ആക്കാനുള്ള പണിയാണിത്. അങ്ങനെ ഞാൻ കുറേ കളിച്ച് ഇവിടെ വന്ന് പിന്നെയും ചെക്ക് വെച്ചു. ഇവിടെ ചെക്ക് വെച്ചു. ഇവിടെയും ചെക്ക് വെച്ചു. ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കളിച്ചപ്പോൾ എൻ്റെ ഓപ്പണൻ്റ് ഇവിടെ ചെക്ക് വന്നു. അപ്പോൾ എനിക്ക് പിന്നെ ക്യാപ്ചർ ചെയ്യാമെന്നായി. ഞാൻ അങ്ങനെ എന്നെ ക്യാപ്ചർ ചെയ്തപ്പോൾ എൻ്റെ ഓപ്പണൻ്റ് റിസൈൻ ചെയ്തു. സോ നിങ്ങൾ ഈ ഗെയിം കണ്ടല്ലോ. ഇതിൽ എൻ്റെ മിസ്റ്റേക്ക് കണ്ടു, നിങ്ങൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ മിസ്റ്റേക്ക് കണ്ടു. സോ നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഗെയിമിൽ വരുത്താതിരിക്കാൻ നോക്കുക. താങ്ക് യു.